ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മയിൽ നിൽക്കുന്ന അച്ചീവ്മെൻ്റ് എന്തായിരിക്കും എല്ലാവരും ഓർക്കുമ്പോൾ? അപ്പോൾ എക്സാമുകളും പരീക്ഷകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നുമല്ല, അതൊന്നും നമുക്ക് വേണ്ടി പഠിച്ച സാധനങ്ങളല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലൊരു ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് പല ആളുകളുടെയും നമ്മൾ ഈ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നീന്തൽ പഠിക്കലായിരുന്നു, നീന്തൽ ഞാൻ പഠിച്ചു. പിന്നെ പക്ഷേ ഒരുപാട് എനിക്ക് തോന്നുന്നു എനിക്കൊരു 9ാം ക്ലാസ്സിലോ 10ിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് ആദ്യമായിട്ട്. അപ്പം ആ ഒരു മുഹൂർത്തമാണ് കേട്ടോ ഇപ്പം കാണുന്നത്. അപ്പോൾ നമ്മുടെ ആദുട്ടൻ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു സപ്പോർട്ടിംഗ് വീൽ ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിംഗ് വീലിൽ തന്നെയാണ് ചവിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ആ അച്ചച്ചനോട് വന്ന് പറഞ്ഞു, അച്ചച്ച എനിക്ക് ഈ സപ്പോർട്ടിംഗ് വീൽ ഒഴിവാക്കിയിട്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചച്ചൻ പറഞ്ഞു ഓക്കെ, ഇന്ന് വൈകുന്നേരം വന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ആ വീൽ ഊരി ആൾ കൂളായിട്ട് സൈക്കിൾ ചവിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് വിജയങ്ങൾ ഇനി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ കണ്ടു നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ ഓർമ്മകളോ അതല്ലെങ്കിൽ നമ്മളെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഈ അച്ചീവ്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്കറിയാം നമ്മളെ കൂട്ടുകാരൊക്കെ സൈക്കിൾ ചവിട്ടി പോകുമ്പോഴേ ഇപ്പോൾ ഇത് പഠിക്കാത്തതിൻ്റെ വിഷമവും അറിയാത്തതിൻ്റെ വിഷമമൊക്കെ ആയിട്ട് ഒരുപാട് നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അന്ന് സൈക്കിൾ പഠിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്, സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ സൈക്കിൾ വാടകയ്ക്കൊന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം മോഡേൺ സൈക്കിളുകൾ, ഇപ്പം ഗിയറുള്ള സൈക്കിളുകളും അങ്ങനെ മോട്ടറൈസ് സൈക്കിളുകളൊക്കെ വാടകയ്ക്കുണ്ട്. പക്ഷേ പണ്ടൊക്കെ നമ്മുടെ നാട്ടുകളിലൊക്കെ ഈ സൈക്കിൾ വാടകയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.